ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ചിക്കുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ നാളായി കൊറിയക്കാരുടെ ഈ ഒരു പാക്ക് ഞാൻ കാണുന്നു. അപ്പോൾ അത് അന്ന് തൊട്ടേ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഇന്നലെ ഈ പാക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ അത് ഇന്നലെ രാത്രി തന്നെ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ആദ്യം മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കസ്കസ് ഇല്ലേ, നമ്മൾ സർബത്തിലൊക്കെ കുടിക്കുന്നത്, ആ കസ്കസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുലുക്കി സർബത്ത് അങ്ങനെയുള്ള സാധനത്തിലൊക്കെ കുടിക്കില്ലേ, ആ സാധനം, ആ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടി മാത്രമുള്ള വെള്ളം, അത് മുങ്ങാൻ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഒരു ഇച്ചിരി വെള്ളം. ഇങ്ങനെ ഇട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കസ്കസ് നല്ല രീതിയിൽ ഒന്ന് വലുതായി കിട്ടും. അതായത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിൽ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇപ്പോൾ ദേ നമ്മുടെ കസ്കസൊക്കെ ഏകദേശം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയാണ് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് തൈരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പാലാണ് യൂസ് ചെയ്യേണ്ടത്. എനിക്ക് പാല് പറ്റില്ല, കാരണം ഫേസിൽ കുരുവും കാര്യങ്ങളൊക്കെ വരുന്നു. അതുകൊണ്ട് ഞാൻ തൈരായിട്ട് എടുത്തത്. നിങ്ങൾക്ക് പാല് കംഫർട്ടബിൾ ആണെങ്കിൽ പാല് ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മളിതിൽ കസ്കസും തൈരും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല ഒരുമാതിരി പശപശപ്പ് പോലെ കേട്ടോ. നമ്മൾ ഈ പായലിലൊക്കെ ഒരുമാതിരി പശപശപ്പില്ല, അതുപോലെയാണ് ഈ സാധനം, കണ്ടോ. അപ്പോൾ ഞാനിത് കൈ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധനം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇതിൽ ഇച്ചിരി സീഡ് കുറവാണ്, കുറച്ചുകൂടി നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഫേസിൽ എല്ലാ ഭാഗത്തും ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യണം, കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ് ഒക്കെ മാറും. ഇന്നലെ രാത്രി ഞാനിത് യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നായിരുന്നു കേട്ടോ. ഇത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതൊരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ ഫേസിൽ വെക്കണം. വെച്ചതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യാവൂ. പിന്നെ മുടിയുടെ അറ്റത്തൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പോകാൻ കുറച്ച് പാടാട്ടോ, അത് ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ പോരെ, ഇതൊരു 1 മാസമൊക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ ചിലപ്പോൾ നല്ല അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പറ്റാത്തതാണ്, അതായത് നിങ്ങൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കുക, യൂസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം ഫേസിൽ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ